സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ അവിടെ നമുക്കൊരു ചെറിയ ജീവിയെ കാണാൻ കഴിയുന്നുണ്ട്. കുഴിമുയൽ. അവിടെ പറയുന്നു, കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും പാറയിൽ അതിൻ്റെ പാർപ്പിടം ഉണ്ടാക്കുന്നു. ബുദ്ധിയുള്ള ഒരു ജീവിയായിട്ടാണ് ഈ കുഴിമുയലിനെ കാണിക്കുന്നത്. അതിൻ്റെ പാർപ്പിടം പാറയിലാണ്. ഒത്തിരി മൃഗങ്ങൾ ഇതിനെ പിടിക്കാൻ അല്ലെങ്കിൽ ഇതിനെ ആക്രമിക്കാൻ കടന്നു വരും. സിംഹവും പുലിയും കടുവയും കുറുക്കനും എല്ലാം ഇതിനെ പിടിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഈ ചെറിയ ബലഹീന ജീവിക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ കഴിയുന്നത് ഒരു പാറയുടെ പിളർപ്പിലാണ്, ഒരു പാറയ്ക്കകത്തുള്ള മാളത്തിലാണ്. ഈ പാറയിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്യമൃഗങ്ങൾക്ക് ഇതിനെ തൊടുവാൻ കഴിയത്തില്ല. ഇത് ബലഹീന ജാതിയാണെങ്കിലും ഇതിൻ്റെ വീട്, ഇതിൻ്റെ സുരക്ഷിത കേന്ദ്രം പാറയ്ക്കകത്താണ്. ദൈവജനമേ, ഒരു കാര്യം നാം തിരിച്ചറിയണം. നമ്മൾ ബലഹീനരാണ്, ക്ഷീണിതരാണ്. എന്നാൽ നമുക്കുള്ള ഒരു പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന പാറയാണ്. നമുക്ക് ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിലാണ്. അപ്പോൾ ക്രിസ്തുവാകുന്ന പാറ എല്ലാ സമയത്തും നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്, ഓടിച്ചെല്ലാൻ രക്ഷ പ്രാപിക്കാൻ. അതാണ് നമ്മുടെ സുരക്ഷിത സ്ഥലമെന്ന് പറയുന്നത്. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കും. അപ്പോൾ ഏത് പ്രതിസന്ധിയിലും ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയുന്ന ലോകത്തിലുള്ള ഒരേ ഒരു നാമം യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് സൗഖ്യമുണ്ടാകും. അതുകൊണ്ടാണ് പത്രോസും യോഹന്നാനും പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊന്നുണ്ട്, യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിൽ കിടക്കയെടുത്ത് നടക്കുക. അപ്പം ദൈവജനം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ബലഹീനരാണ്, ക്ഷീണിതരാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണ്, നിരാശപ്പെടുന്നവരാ, ജീവിക്കേണ്ട മതിയെന്ന് ചിന്തിക്കുന്നവരാ. എന്നാൽ നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കാൻ ക്രിസ്തുവാകുന്നൊരു പാറയുണ്ട്. അതൊരു പാർപ്പിടമാണ്, അതൊരു സേഫസ്റ്റ് പ്ലേസ് ആണ്. ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിട്ട് കളയത്തില്ല. ബലഹീന ജാതിയായിരിക്കുന്ന കുഴിമുയൽ പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നെങ്കിൽ ദൈവജനത്തിൻ്റെ സുരക്ഷിത സ്ഥാനം കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളുമായി ഓടിയെത്താം. കോരഹപുത്രന്മാരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ദൈവാലയത്തിലേക്ക് ഓടി വന്നു കഴിഞ്ഞപ്പം അവർ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. അവർ പ്രതിസന്ധിയിൽ ഓടി നടക്കുകയാണ്. എന്നാൽ ഇത്രയും നിശബ്ദമായ, ഇത്രയും കോമളമായ, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥലത്ത് കുരികിൽ കൂടുവെച്ചിരിക്കുക. മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു അഭയം അവിടെ ഉണ്ടായിരിക്കുക. ഈ കോരഹപുത്രന്മാർ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഈ മീവൽപക്ഷിയും ഈ കുരുകിലുമൊക്കെ ദൈവാലയത്തിൻ്റെ അകത്ത് കൂടുവെച്ചിരിക്കുന്നെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന എന്നെ അതിനേക്കാൾ അധികം ദൈവം കരുതത്തില്ലേ? അതിനേക്കാളും സുരക്ഷിതമായി എനിക്കിവിടെ വസിക്കാൻ കഴിയത്തില്ലേ? അതാണ് പ്രതിസന്ധിയിൽ ഓടി വന്ന കോരഹപുത്രന്മാർക്ക് ദൈവസന്നിധി കിട്ടിയ ആശ്വാസം എന്ന് പറയുന്നത്. മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂട് അവിടെ കണ്ടെത്തിയിരിക്കുക. അവിടെ തന്നെയാണ് നമുക്കും ആശ്വാസമുള്ളത്. ദൈവസന്നിധിയിൽ, ദൈവവചനമാണ് നമുക്കുള്ള ആശ്വാസം. ദൈവസന്നിധിയിലാണ് ആശ്വാസമുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണാൻ കഴിയുന്നുണ്ട്. അവൾ ദൈവസന്നിധിയിൽ, ദൈവാലയത്തിൽ വന്ന് കണ്ണുനീരൊഴുക്കി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവളുടെ കരച്ചിൽ കണ്ട് പലരും അവരെ നിന്ദിച്ചു, പലരും അവളെ കളിയാക്കി, മദ്യപിച്ചെന്നൊക്കെ പറഞ്ഞ് അവളെ പരിഹസിച്ചു. നാട്ടിൽ നമുക്കറിയാം, പലരും പരിഹസിക്കും, എന്തിനാണ് നീ ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ ഹന്നയെക്കുറിച്ച് പറയുന്നു, പിന്നെ അവിടെ മുഖം വാടിയില്ല. ദൈവാലയത്തിൽ, ദൈവസന്നിധിയിൽ നാം പോകുമ്പോൾ നമ്മുടെ മുഖം വാടിയിരിക്കത്തില്ല. ഉത്തരം കിട്ടിയത് കൊണ്ടല്ല, എനിക്ക് ഉത്തരം തരാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. ദൈവമക്കളെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല, വൈകിയെന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഉറപ്പുള്ളൊരു പാർപ്പിടം, ഒരു മറവിടമുണ്ട്. അത് കർത്താവിൻ്റെ സന്നിധിയാണ്. ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കാം. പാട്ടുകാരൻ പറയുന്നു, പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് വിജയമുണ്ട്. ആ യേശുവിൽ നമുക്ക് മറവിടമുണ്ട്, അഭയസ്ഥാനമുണ്ട്, സുരക്ഷിതത്വമുണ്ട്, ഭയമോടിയകലും. അതുകൊണ്ട് ദൈവജനം ഒരുമിച്ച് പറയണം, എനിക്കുള്ള സങ്കേതം കർത്താവിൻ്റെ സന്നിധിയാണ്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പാർപ്പിടം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പാറമേലിടും. അവിടെ നിങ്ങൾ ജീവിതം പണിതാൽ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതം പണിയാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.